നമസ്കാരം. ഇന്നത്തെ ക്രിക്കറ്റ് 360 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് രണ്ട് IPL റൂമേഴ്സും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക vs പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ T20 സീരീസ്, ന്യൂസിലൻഡ് vs ഇംഗ്ലണ്ട് ODI സീരീസ്, ഇതിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ IPL റൂമേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് സഞ്ജു സാംസൺ ടു DC, അതുപോലെ തന്നെ DC ഇന്ന് ക്രിസ്റ്റ്യൻ സ്റ്റബ്സിനെ RRന് കൊടുക്കുന്നു എന്നുള്ളൊരു റൂമർ ശക്തമായിട്ട് മെയിൻ സ്ട്രീം മീഡിയാസ് സഹിതം ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് തന്നെയാണ്. ഇപ്പോൾ ഇത്രയും മെയിൻ സ്ട്രീം ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അതിൻ്റെ പിന്നിലൊരു കാര്യം ഉണ്ടാകും നമുക്ക് വിശ്വസിക്കാം. സോ കമ്മിങ് ടു ദ പോയിന്റ്, സഞ്ജു സാംസൺ DCയിലേക്ക് വന്നു കഴിഞ്ഞാൽ DCക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ KL രാഹുലിനെ KKR ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ള ന്യൂസും ഉണ്ട്. സോ അങ്ങനെ ഇരിക്കെ സഞ്ജു സാംസൺ ഡൽഹിയിലേക്ക് വരികയും KKRലേക്ക് KL രാഹുൽ പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വിൻ ആയിട്ടുള്ളൊരു സെറ്റപ്പായിട്ട് അത് മാറും. പ്രത്യേകിച്ച് RRനെ സംബന്ധിച്ച് മിഡിൽ ഓർഡറിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടീമാണ്. മിഡിൽ ഒരു ഫിനിഷറായിട്ട് ഹെഡ്മേർ മാത്രമാണ് അവർക്ക് റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനിഷറായിട്ട് അവർക്കുള്ളത്. സോ അതുകൊണ്ട് തന്നെ RRനെ സംബന്ധിച്ച് ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവാണ്. സഞ്ജു എന്തായാലും RRന്ന് പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക്, സഞ്ജുവിനെ RR വിടുന്നത് RRന് അത്ര നല്ല കാര്യമല്ല, പക്ഷേ സഞ്ജു പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവർക്ക് ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് ഒരു നല്ല റീപ്ലേസ്മെൻ്റ് തന്നെയാണ്. ആ ഒരു മിഡിൽ ഓർഡറിൽ അവർക്കൊന്ന് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ആസ് എ ഫിനിഷറായിട്ടൊക്കെ നമ്പർ 5ഓ നമ്പർ 6ഓ ഒക്കെ കളിപ്പിക്കാൻ പറ്റുന്ന, ഈവൻ നമ്പർ 3 തൊട്ട് ഏത് പൊസിഷനിലും വെർസറ്റൈലായിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ക്രിസ്റ്റ്യൻ സ്റ്റബ്സ്. ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് AB de Villiers-നെ അവർ വിട്ട് കളഞ്ഞ പോലുള്ള ഒരു മണ്ടത്തരമാണോ ഈ ക്രിസ്റ്റ്യൻ സ്റ്റബ്സിനെ ഇപ്പോൾ RRന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഡൽഹിയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സഞ്ജു കൊണ്ടുവരുന്ന ആ ഒരു ബ്രാൻഡ് വാല്യൂ, അതുപോലെ തന്നെ സഞ്ജു കൊണ്ടുവരുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞ ഒരു സംഭവം എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ വാല്യൂ തന്നെയാണ് സഞ്ജു അവരുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ലോങ് റണ്ണിൽ ഈ പറഞ്ഞ AB de Villiers പോലെ ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ബാറ്റ്സ്മാനായിട്ട് ക്രിസ്റ്റ്യൻ സ്റ്റബ്സ് മാറുവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു കാര്യം എപ്പോഴും ഉണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കണമല്ലോ. സോ അതുകൊണ്ട് തന്നെ അത് അവർ ഉൾക്കൊള്ളാൻ റെഡി ആയിരിക്കും. ഇനി KKRലേക്ക് KL രാഹുൽ പോകുന്ന കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ KKR എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് ഡൽഹിക്ക് കൊടുത്താലേ KKRന് ഈ KL രാഹുലിനെ ഡൽഹി കൊടുക്കത്തില്ല. അതായത് വരുൺ ചക്രവർത്തി, സുനിൽ നരേനെ എന്തായാലും KKR തൊടത്തില്ല. പിന്നെ ഉള്ളത് ആൻഡ്രെ റസലാണ്. ആൻഡ്രെ റസലിനെ അവർ കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം. കാരണം ഒരു കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ്രെ റസൽ. റിങ്കു സിംഗ് ഒരു ഓപ്ഷനാണ്. സോ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്താണ് സംഭവിക്കാൻ പോകുന്നത് കൃത്യമായിട്ട് നമുക്കറിയില്ല. സഞ്ജു ഡൽഹിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി ഒരു ചാൻസ് ഹൈ ആണ്. അതായത് KL രാഹുൽ KKRലേക്ക് പോകാനായിട്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് അതുമായിട്ട് തീർച്ചയായിട്ടും ബന്ധമുണ്ട്. ഇതിൽ വേറൊരു കാര്യമുള്ളത്, സഞ്ജുവിനെ സംബന്ധിച്ചും വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡ് ആയിരിക്കും ഇത്. കാരണം ഡൽഹി സഞ്ജു കളിച്ച് വളർന്നൊരു സ്ഥലമാണ്. അതുമാത്രമല്ല സഞ്ജു 2 വർഷം കളിച്ച ടീമാണ് ഡൽഹി. ഒരുപാട് കണക്ഷൻസ് സഞ്ജുവിനുണ്ട്. ഒരു ഹോം കമ്മിങ് ബാക്ക് എന്ന് പറഞ്ഞ പോലെയാണ് സഞ്ജു സാംസൺ ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ. സോ ഡൽഹിക്ക് ഉണ്ടായിരുന്ന, ഇപ്പോൾ ഡൽഹി ഇതുവരെ കപ്പ് നേടാത്തൊരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് സഞ്ജു സാംസൺ വരുമ്പോഴത്തെ അതിൻ്റെ ഒരു ഫാൻ ബേസും, ഇപ്പോൾ കഴിഞ്ഞ വർഷം അവർ നോക്കുമ്പോൾ തിരക്കേടില്ലാത്തൊരു പെർഫോമൻസും തിരക്കേടില്ലാത്തൊരു സ്ക്വാഡും അവർക്കുണ്ട്. അവരൊരു ഇപ്പോൾ അസതോഷ് ശർമ്മയും അതുപോലെ തന്നെ വിപ്രാജ് നിഗം ഒക്കെ വന്നിട്ടൊരു ന്യൂ ആയിട്ടുള്ളൊരു മിഡിൽ ഓർഡറിലും, അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കൊള്ള നല്ല ബോളേഴ്സ്, ഡ്യൂപ്ലിസി അടക്കമുള്ള ടോപ്പ് ഓർഡറിലുള്ള ഒരു ഡീസൻറ്റ് ടീമായിട്ട് ഡൽഹി കഴിഞ്ഞ പ്രാവശ്യം പെർഫോം ചെയ്തിരുന്നതാണ്. അപ്പോൾ സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റനും സഞ്ജു സാംസൺ ആസ് ആൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ഒരു പാക്കേജായിട്ട് ഡൽഹിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഡൽഹിക്ക് അതൊരു ബൂസ്റ്റ് തന്നെ ആയിരിക്കും. പ്രത്യേകിച്ചും ബ്രാൻഡ് വാല്യൂവിൽ ആസ് എ ഫ്രാഞ്ചൈസി അവർക്ക് നല്ല രീതിയിലൊരു ബൂസ്റ്റ് ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം. ഇനി ഇംഗ്ലണ്ട് vs ന്യൂസിലൻഡ് ODI മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതിൻ്റെ 2 മാച്ചിൻ്റെ റിവ്യൂ ചെയ്തായിരുന്നു. ഇപ്പോൾ 3ാമത്തെ മാച്ച്, ഇപ്പോൾ ഒരുപാട് മാച്ച് 1-2 ദിവസമായിട്ട് ഉണ്ടായിരുന്നുകൊണ്ടാണ് റിവ്യൂ ചെയ്യാൻ പറ്റാഞ്ഞത്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഈ ഇംഗ്ലണ്ട് 50 ഓവർ കളിക്കാതിരിക്കുന്നത് നല്ലത്. ഇന്നലെയും 222 എന്ന് പറഞ്ഞൊരു സ്കോറിൽ അവർ ഒതുങ്ങുന്നുണ്ടായത്. 50 ഓവർ തികച്ച് ബാറ്റ് ചെയ്തില്ല. ന്യൂസിലൻഡിനെ തിരിച്ചവർ നല്ല രീതിയിൽ ഇംഗ്ലണ്ട് ബോൾ ചെയ്തു, നന്നായിട്ട് ടൈറ്റ് ചെയ്തു. എങ്കിലും ന്യൂസിലൻഡ് ജയിച്ചു. 3 ODI ന്യൂസിലൻഡ് ജയിച്ചു. ഒബിയസ്ലി ഇവരുടെ ഈ ഒരു സെറ്റപ്പ് എന്താണ്, ഇവരുടെ കോച്ചാണ് ഇവരുടെ പ്രശ്നം എന്നാണ് എനിക്ക് വീണ്ടും തോന്നുന്നത്. മക്കലിനാണ് ഇവരുടെ പ്രശ്നം. 50 ഓവറിലൊക്കെ വന്നിട്ട് ആ ഒരു മിഡിൽ ഓവർ ഫേസ് എടുത്തുകൊണ്ട് പോയി ആ ഒരു ഫിനിഷിലേക്ക് എത്തിക്കാൻ പറ്റാതെ അങ്ങ് അടിച്ചൗട്ടാന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഇപ്പം ബ്രൈഡൻ കാസ് ആയാലും അതുപോലെ തന്നെ ഓവർടൺ ഇന്നലെ നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഇപ്പോൾ ഇവർക്കൊക്കെ ഫിനിഷിൽ ഒരു 40 ഓവേഴ്സ് ഒരു 43 ഓവറിലേക്കൊക്കെ എത്തിച്ചിട്ട് അവിടുന്ന് ഈ പറഞ്ഞ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് സുഖമായിട്ടൊരു 350+ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട് ഇംഗ്ലണ്ട്. പക്ഷേ അവരതിന് ശ്രമിക്കുന്നില്ല. അവർ ആദ്യം തൊട്ട് അടിക്കുകയാണ്. അതായത് വിക്കറ്റ് പോയിക്കൊണ്ടിരുന്നാലും അടിച്ച് ഔട്ടാവുകയാണ്. അത് വളരെ ദയനീയമാണ് ഇംഗ്ലണ്ട് കാര്യം. 50 ഓവേഴ്സ് ഇനി ടെസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് അവർ ആഷസിലേക്ക് പോകുന്നത്. ഓസ്ട്രേലിയൻ കണ്ടീഷൻസിൽ ചെന്ന് കയറുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് എന്ത് സംഭവിക്കും. ഇനി അവിടെ എന്തെങ്കിലും ബെൻ സ്റ്റോക്സ് വരുമ്പോൾ അവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, അതോ
കയ്യിലിരിക്കുന്ന മാച്ചസ് ഇവരിങ്ങനെ അടിച്ച് കളഞ്ഞ് കുളിക്കുന്ന ഒരു സ്വഭാവം ഇന്ത്യയുമായിട്ടുള്ള സീരീസിലും കണ്ടതാണ്. എനിക്കതുകൊണ്ട് ഒരുപാട് ഇഷ്ടമുള്ളൊരു ടീമാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഈ ഒരു മെൻറ്റാലിറ്റിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാവി എന്താവണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല. ഇനി അതുപോലെ തന്നെ ഇനി പാകിസ്ഥാൻ vs സൗത്ത് ആഫ്രിക്ക വന്നു കഴിഞ്ഞാൽ ശരിക്കും ഫസ്റ്റ് മാച്ചിൽ സൗത്ത് ആഫ്രിക്ക ജയിച്ച് ഈ സീരീസ് അവർ നേടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവസാനത്തെ 2 മാച്ചിലും പാകിസ്ഥാൻ നന്നായിട്ട് ബോൾ ചെയ്തു. അവരുടെ ഹോം കണ്ടീഷൻസ് അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ മെയിൻ പ്ലെയേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ ഡെനോൺ ഫെറേറയുടെ ക്യാപ്റ്റൻസിലാണ് സൗത്ത് ആഫ്രിക്ക കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ക്രിസ്ത്യൻ ചബ്സ്, അതുപോലെ എയ്ഡൻ മാർക്കം ഒന്നും ഇല്ലാത്തൊരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. എങ്കിൽ പോലും കയ്യിലിരുന്ന ക്യാച്ചസ് വിട്ട് കളഞ്ഞു, ഒരുപാട് അവസരങ്ങൾ വിട്ട് കളഞ്ഞു അടിക്കാൻ. ഡെവോൾ ബ്രവീസ് അടക്കം കണ്ണും പൊട്ടി അടിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായി. ലാസ്റ്റ് T20 ഔട്ടായ രീതി നോക്കുകയാണെന്നുള്ള ആ ഒരു നോ ലുക്ക് ഷോട്ട് ഉണ്ടല്ലോ ബ്രവീസ് അടിക്കുന്നത്, ആ നോ ലുക്ക് ഷോട്ടാണ് ഔട്ടായത്. ബോൾ കണ്ടിട്ട് വേണ്ടേ, എത്ര ക്ലിയർ ആണെങ്കിലും നോ ലുക്ക് ഷോട്ടൊക്കെ അടിക്കേണ്ടത്. എന്തായാലും പക്ഷേ പ്രോമിസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ബ്രവീസ് കാഴ്ച വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റിലായാലും അതിനുശേഷം T20 എന്തായാലും സൗത്ത് ആഫ്രിക്ക അതുപോലെ തന്നെ അത് കലം ഉടച്ചെന്ന് പറയാം. പക്ഷേ ഇതാണ് സൗത്ത് ആഫ്രിക്ക vs പാകിസ്ഥാൻ T20. ഇനി അവരുടെ ODI മാച്ച് ഉണ്ട്, പാകിസ്ഥാൻ vs സൗത്ത് ആഫ്രിക്ക ODI മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ റിട്ടൻഷൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെ IPL ന്യൂസ്, IPL ഓരോ ടീമുകളുടെ ന്യൂസ് തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്തായാലും ഇനി നമ്മുടെ ഓരോ IPL ടീമിൻ്റെയും 2025 ഒരു പെർഫോമൻസ്, അവരുടെ ഒരു പെർഫോമൻസ് റീവിസിറ്റും അതുപോലെ തന്നെ ഈ റിട്ടൻഷൻ്റെ ഒരു പ്രിവ്യൂമായിട്ടുള്ള വീഡിയോ ഓരോ ടീമിൻ്റെയും ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.